ബാലരാമപുരം പോലെ ഇത്രയും തിരക്കുള്ള ഒരു ടൗണിൽ ഫാമിലിയായിട്ട് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. നമ്മുടെ ബാലരാമപുരം പ്രൈമറി ഹെൽത്ത് സെന്ററിന് അടുത്തുള്ള ജംസീൽ വെഞ്ചേഴ്സ്. ഞാനിപ്പോൾ ഉള്ളത് ജംസീൽ വെഞ്ചേഴ്സിന്റെ ടർഫിലാണ്. ഇത് 1400 സ്ക്വയർ ഫീറ്റോളം ഉണ്ട്. ഞാനിവിടേക്ക് വന്നത് ഇത് വെറും ഒരു ഫാം ആണെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഫാം മാത്രമല്ല, ഒത്തിരി ബേർഡ്സ് ഉണ്ട്, വെറൈറ്റീസ് ഓഫ് ബേർഡ്സ് ഉണ്ട്, ഒത്തിരി പെറ്റ്സ് ഉണ്ട്, പിന്നെ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫിഷസ് ഉണ്ട്, അക്വേറിയം ഫിഷസ് ഉണ്ട്, പിന്നെ നമുക്ക് ഹോഴ്സ് റൈഡിങ്ങിന് പറ്റുമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യാം. ഞാനിവിടെ വന്നപ്പോഴാണ് ഒരു കാര്യം ഓർമ്മത്. ഈ ഫാം നടത്തുന്ന ഒരു ലേഡിയാണ്, ആളൊരു ഡോക്ടറാണ്, ഡോക്ടർ ലിസി മാം. ഇതെല്ലാം കൂടി ആൾ എങ്ങനെ മാനേജ് ചെയ്യുന്ന ഒരു പിടിയില്ല. നമുക്ക് ആളോട് തന്നെ ചോദിച്ചു നോക്കാം. ഹായ്, ഇതാണ് നമ്മുടെ ലിസി മാം. ഹായ് മാം. ഹായ് മാം, എങ്ങനെയാണ് നമ്മുടെ ഈ ഫാമും ഹോസ്പിറ്റലും വീടും എല്ലാം കൂടി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്? ഒന്ന്, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് ഈ നേച്ചർ എന്ന് പറയുന്ന സാധനം. കാരണം എനിക്ക് ബേർഡ്സും ആനിമൽസും ഫിഷും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. സെക്കൻഡ്, എൻ്റെ മോൻ വളർന്നു വരണം. എനിക്കൊരു മോനാണ്. അപ്പൊ അവനും ഇതൊക്കെ കണ്ടു വളരണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുട്ടികളായാലും ഇപ്പൊ പലപ്പോഴും അവർക്ക് നേച്ചറിലോട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. ഇങ്ങനെയുള്ള സ്പേസിൽ വരാനും അവർക്ക് ഇതിൽ ഈ ആനിമൽസിനെ തൊടാം, അവർക്ക് ഫീൽ ചെയ്യാം, ഇതെങ്ങനെയാണെന്ന് കാണാം, അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. സോ അവർ ബുക്കുകളിലും സ്ക്രീനിലും കാണുന്ന സാധനങ്ങൾ അവർക്ക് വളരെ അടുത്ത് തന്നെ പരിചയപ്പെടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. ഈ ടൈം മാനേജ്മെന്റ് എന്നെ കൂടെ ഒന്ന് പഠിപ്പിക്കണം. എനിക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ്. ഇതിന്റെ പേരാണ് ബ്ലാക്ക് ഗോസ്റ്റ് നൈഫ് ഫിഷ്. ഫെദർ ഫിഷ് എന്നും ഗോസ്റ്റ് ഫിഷ് എന്നും പറയും. എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഇതാണ് കുക്കിംഗ് ഫിഷസിന്റെ സെക്ഷൻ. ഇവിടെ 2 വെറൈറ്റീസ് ഓഫ് ഫിഷസ് ആണ് നമുക്ക് കിട്ടുന്നത്, തിലോപ്പിയും വരാലും. അടുത്ത് നമ്മൾ എന്താ മാം കാണാൻ പോകുന്നേ? അടുത്ത സെഷൻ എന്ന് പറയുന്നത് കുട്ടികളുടെ ഒരു പാർക്കാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഫാം ആനിമൽസിന്റെ ഒരു സെഷൻ ഉണ്ട്. ബേസിക്കലി നമുക്ക് അവിടെ താറാവുണ്ട്, സാധാരണ താറാവ്, പിന്നെ വിഗോവ ഡക്സ് എന്ന് പറയുന്ന ഒരു ബ്രോയിലർ വെറൈറ്റി താറാവുണ്ട്. അത് അരയന്നം പോലെ ആയിരിക്കും കേട്ടോ. എൻ്റെ കുട്ടികളെ റൈഡ് ചെയ്യണ ഹോസ്റ്റല്ല, അതൊന്നും കുഴപ്പമില്ല, അവർ ട്രെയിനിങ്ങിന് വേണ്ടി ഉള്ളതാണ്. നമുക്ക് വിഗോവ ഡക്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അതുപോലെ തന്നെ പിന്നെ ഫാൻസി ഡക്ക് ഉണ്ട്, അത് നമുക്ക് മണിത്താറാവ് എന്ന് പറയും. പിന്നെ ഉള്ളത് നമ്മുടെ സാധാരണ കോഴിയാണ്. ഓർഗാനിക് ആയിട്ട് തന്നെയുള്ള, നമ്മളതിന് വേറെ അഡീഷണൽ ഇതൊന്നും കൊടുക്കാറില്ല, ഓർഗാനിക് ഫുഡാണ് കൊടുക്കുക. അതെ, അപ്പൊ അത് കാരണം നമുക്ക് ഓർഗാനിക് കോഴിമുട്ട ഇവിടെ കിട്ടും. സോ ഇതാണ് നമ്മുടെ കടയിലോട്ട് സെയിലിനോട്ട് പോകുന്നത്. അതായത് ഇവിടെ കൊടുക്കുന്ന എല്ലാം ഇവിടെ തന്നെ കിട്ടുന്നതോ അല്ലെങ്കിൽ പപ്പയ്ക്ക് വേറൊരു ഫാം ഉണ്ട് തമിഴ്നാട്ടില്, അപ്പൊ അവിടെ നിന്നുള്ള പ്രോഡക്ട്സ് ആണ്. നമുക്ക് അതൊക്കെ ഇപ്പൊ കിട്ടാൻ പാടാണല്ലോ, ഓർഗാനിക് ആയിട്ടുള്ളതൊക്കെ. എൻ്റെ മകന് സേഫായിട്ട് ഓർഗാനിക് പ്രോഡക്ട്സ് കിട്ടണമെന്ന് ഞാൻ വളരെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാനിത് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ അതുപോലെ തന്നെ ബാക്കി കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നത് വളരെ അത്യാവശ്യം തന്നെയാണ്. മാം, ഇവിടെ എഗ്സ് അല്ലാതെ വേറെ എന്തൊക്കെയാണ് ഓർഗാനിക് ആയിട്ട് നമുക്ക് കിട്ടുന്നത്? ഇവിടെ ഓർഗാനിക് എഗ് അല്ലാണ്ട് നമുക്ക് ഫാം ഫ്രഷ് ഫിഷ് കിട്ടുന്നുണ്ട്, നമുക്ക് വരാലും തിലേപ്പിയയും ഉണ്ട്. പിന്നെ നമുക്ക് ഓർഗാനിക് ഫ്രൂട്ട്സ്, മാങ്ങ, നെല്ലിക്ക, സപ്പോട്ട, അത് കിട്ടും. അതർവൈസ് കുറച്ച് വെജിറ്റബിൾസ് നമുക്കിവിടെ ഉണ്ടാകുന്നുണ്ട്. എന്നുവെച്ചാൽ കത്തിരിക്ക, ചീര, അങ്ങനെയൊക്കെയുള്ള ഓർഗാനിക് വെജിറ്റബിൾസ്, അതും ഇവിടെ നിന്ന് സെയിലുണ്ട്. മാം, എന്താ കുതിരയുടെ പേര്? അവളുടെ പേര് റൂബി എന്നാണ്. 8 years ആണ്. ഇവളിപ്പോൾ ഇവിടെ ട്രെയിനിങ്ങിന് വേണ്ടിയാണ് നമ്മൾ കൊണ്ടുവന്നത്. നമ്മളിവിടെ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഹോഴ്സ് റൈഡിങ് പഠിപ്പിക്കുന്നുണ്ട്. സോ യൂഷ്വലി 5 yearsന് മേളിലുള്ളവരെയാണ് നമ്മൾ പഠിപ്പിക്കാൻ എടുക്കുക. എനിക്കൊരു ചാൻസ് ഉണ്ടല്ലേ? തീർച്ചയായും. ആക്ച്വലി ഹോഴ്സ് റൈഡിങ് നമ്മൾ പഠിപ്പിക്കുന്നത് മൗണ്ടഡ് പോലീസ് അങ്ങനെയുള്ള കുറച്ച് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയുള്ള ആൾക്കാർ ഇത് പഠിക്കുന്നുണ്ട്. പിന്നെ കുറേ പേര് പാഷൻ, ഇപ്പം എനിക്കൊക്കെ ഹോഴ്സ് റൈഡിങ് ചെയ്യണമെന്ന് കുഞ്ഞിലെ ആഗ്രഹമായിരുന്നു ഇയാളെ പോലെ.
വലുതായപ്പോൾ ലാസ്റ്റ് വീക്ക് ആക്ച്വലി കുഞ്ഞുങ്ങളുടെ കൂടെ ഞാനും ട്രെയിനിങ്ങിന് കയറി. ഓക്കെ. ചില കാര്യങ്ങളെ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും അല്ലേ ചെയ്യാൻ, എന്നിട്ട് നമ്മൾ അത് അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് പേടിയുണ്ടാവും ചെയ്യാൻ. ബേസിക്കലി ഹൗസിന്റെ പുറത്തൊക്കെ കയറുമ്പോൾ അഡ്വഞ്ചർ സ്പോർട്സ് ചെയ്യുമ്പോഴെല്ലാം നമുക്ക് പേടിയുണ്ടാവും ഉള്ളിൻ്റെ ഉള്ളിൽ. പക്ഷെ അത് ഓവർകം ചെയ്ത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഉള്ളൊരു ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഫുഡിലൊക്കെ ഫുള്ള് വിഷമാണല്ലോ, അപ്പോൾ അതിന് പകരമായിട്ട് ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുക, എല്ലാ സൊസൈറ്റിയിലേക്ക് ഇത് എത്തിക്കുക, അത് തന്നെ ഒരു വലിയ കാര്യമാണ്. അതിനൊരു ബിഗ് സല്യൂട്ട്. അത് കുഞ്ഞുങ്ങളിലോട്ടും കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് എന്നെ കൂടുതൽ ഇതിലോട്ട് അതെ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ. കാരണം എൻ്റെ മകനും ഇവിടെ വരുന്ന കുഞ്ഞുങ്ങളും ഇപ്പൊ തന്നെ നമ്മളിവിടെ സമ്മർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ കുഞ്ഞുങ്ങൾ വരും, അവർക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാനും കാണാനും ഉള്ളൊരു സ്പേസ് നമ്മൾ. ഞാനിപ്പോൾ മാമിൻ്റെ ഓഫീസ് റൂമിലാണ് ഉള്ളത്. ഞാൻ വന്നത് മുതൽ മാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഓരോ പെറ്റ്സിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയി മാം എനിക്ക് പറഞ്ഞു തന്നു. അതിൻ്റെ സയൻറ്റിഫിക് നെയിംസ്, അതിൻ്റെ ക്യാരക്ടേഴ്സ്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു കൊച്ചു കുഞ്ഞിനെന്ന പോലെ മാം എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇങ്ങോട്ട് കയറി വന്നപ്പോഴേക്കും ഇവിടെ ഫുൾ കുട്ടികളാണല്ലോ മാം. എന്താ അവരിവിടെ? നമ്മളിവിടെ ഈ വർഷം ഒരു സമ്മർ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുകയാണ് ഇപ്പോൾ. ഓക്കെ. മെയിൻലി ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മോന് വേണ്ടിയാണ് ഈ പ്രോപ്പർട്ടി തന്നെ ഡെവലപ്പ് ചെയ്തത്. സോ ഇപ്പോൾ സമ്മർ വെക്കേഷനാണ് അവർക്ക്. അതുകൊണ്ട് അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസും ഹോബീസും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സമ്മർ ക്യാമ്പ് ഈ വർഷം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ നമ്മളിവർക്ക് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഉണ്ട്, ഡ്രോയിങ്, പെയിൻറ്റിങ് ഉണ്ട്, പിന്നെ പോട്രി, റോബോട്ടിക്സ്, മ്യൂസിക്കിൽ തബല, കീബോർഡ്, സ്പോർട്സിൽ ഷട്ടിൽ, ബാഡ്മിൻ്റൺ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ പാർട്ടായിട്ട് ഒരു ഫാം ടൂറ്, ട്രെക്കിംഗ്, ഇങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ് നമ്മൾ ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. സോ പിന്നെ ഇതല്ലാതെ തന്നെ ഇവർക്ക് കുറേ അവയർനെസ് സെഷൻസ് ഉണ്ട്. യൂഷ്വലി ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് നമ്മളൊക്കെ പഠിക്കുന്നത് ഒത്തിരി വലുതായതിനു ശേഷമാണ് അല്ലേ, അല്ലെങ്കിൽ നമ്മൾ കുറേ പ്രശ്നങ്ങളിലോട്ട് പോയിട്ടാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിക്കുന്നത്. സോ ഇവർക്ക് ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. എക്സ്പെർട്ട് ട്രെയിനേഴ്സാണ് ഇതെല്ലാം വന്ന് എടുക്കുന്നത്. പിന്നെ ഹെൽത്ത് അവയർനെസ്, ഹെൽത്തി ഈറ്റിംഗ്, ആൽക്കഹോൾ, സ്മോക്കിംഗ്, ഇതിൻ്റെയൊക്കെ ദോഷങ്ങൾ, ഇത് എന്താ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഹെൽത്ത് അവയർനെസ് സെഷൻസ് ഉണ്ട്. ഫയർ സേഫ്റ്റിയുടെ ക്ലാസ്സസ് ഉണ്ട്. ഇങ്ങനെയുള്ള അവർക്ക് ബേസിക്കലി ലൈഫിൽ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ അവർക്ക് ഇതിൻ്റെ പാർട്ടായിട്ട് തന്നെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. സോ ഇതിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്, ഒരു കുട്ടികൾക്ക് കുറേ എണ്ണം നമ്മൾ എക്സ്പോഷർ കൊടുക്കുമ്പോൾ അവരതിൽ നിന്ന് ഒരു 4 or 5 ഹോബീസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് അവരുടെ ഫ്യൂച്ചറിലേക്ക് ആ ഹോബീസിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക, അവർക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള സ്പേസ് കൊടുക്കുക. ഇങ്ങനെയാണ് ഈ സമ്മർ ക്യാമ്പിന്റെ തീം. അപ്പോൾ ഓർഗാനിക് ഫാം മാത്രമല്ല, കുട്ടികൾ മുതൽ അങ്ങോട്ട് പോവുക എന്നുള്ളതാണല്ലേ? അതെ, ഓൾവേസ് നമ്മൾ കുഞ്ഞുങ്ങളിൽ നിന്നാണ് നമുക്ക് ഇതെല്ലാം നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുക. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കുഞ്ഞുങ്ങളെ. സോ അത് കാരണം ഇങ്ങനെയുള്ള നമ്മുടെ അടുത്ത ബാച്ച് സമ്മർ ക്യാമ്പിൻ്റെ മെയ്യിൽ നമ്മളുണ്ട് ഒരു ബാച്ചും കൂടെ. 2 ബാച്ചായിട്ടാണ്. അതെ, ഒരു ബാച്ച് എന്ന് പറയുന്നത് യൂഷ്വലി ഇറ്റ് ഈസ് 20 days പ്രോഗ്രാമാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഈ 20 daysലാണ് നമ്മളിങ്ങനെ പല ഫീൽഡിലോട്ട് ഇവരെ എക്സ്പോസ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നിന്ന് ബാക്കിയുള്ളത് ഇവർക്ക് അടുത്ത സെഷനിലോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇവർക്ക് സ്കൂൾ തുറക്കുമ്പോൾ വീക്കെൻഡ്സിൽ നമ്മൾ ഇവർ ചൂസ് ചെയ്യുന്ന 4 or 5 സബ്ജക്ട്സ് പറഞ്ഞില്ലേ, അതിൽ നമ്മൾ ഫർദർ അവർക്ക് എന്താ പറയണ അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി. കുട്ടികൾക്ക് മാത്രമല്ലാതെ പബ്ലിക് അഡൾട്ട്സിനും നമ്മൾ ഇവിടെ വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്ക് ബേക്കിംഗ് പഠിക്കണം, ഹെൽത്തി ബേക്കിംഗ് അല്ലെങ്കിൽ പേസ്ട്രീസ്, യെസ്, നമ്മളിവിടെ ബേക്കിങ്ങിൻ്റെ വർക്ക്ഷോപ്സ് ചെയ്യുന്നുണ്ട്. ചോക്ലേറ്റ് മേക്കിംഗ് ചെയ്യുന്നുണ്ട്, സെറാമിക് ആർട്ട്, പോട്രി, പിന്നെ ഗ്ലാസ് പെയിൻറ്റിങ്, ഇങ്ങനെയുള്ള പല പല വർക്ക്ഷോപ്സ് അഡൾട്ട്സിനും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ അഡൾട്ട്സിനും വീക്കെൻഡ്സിൽ വന്നിട്ട് അല്ലെങ്കിൽ അല്ലാതെ അവർ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ നമ്മളത് അറേഞ്ച് ചെയ്ത് കൊടുക്കും. പിന്നെ ഇതിന്റെ പാർട്ടായിട്ട് തന്നെ ട്രെക്കിങ്ങും ടൂർസും നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അല്ലെ, നമ്മളെ പോലുള്ള പബ്ലിക്കിന് ആക്സസ് ഉണ്ട്. പബ്ലിക്കിന് ഈവനിങ് 6:30 to 9 എല്ലാ ദിവസവും ഈ സ്പേസ് ഓപ്പൺ ആണ്. ഫാമിലീസ് ആയിട്ട് വന്ന് അല്ലാതെ ഫ്രണ്ട്സ് ആയിട്ട് വന്ന് ഈ സ്പേസ് സ്പെൻഡ് ചെയ്യാം. ഇത് കൂടാതെ നമ്മൾ ഈവൻസിനും ഈ പ്ലേസ് കൊടുക്കാൻ തയ്യാറാണ്. ബർത്ത്ഡേ പാർട്ടീസ് അല്ലെങ്കിൽ നിങ്ങളുടെ മാരേജ് ആനിവേഴ്സറീസ്, അത് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാം. ഒട്ടും എക്സ്പെക്ടേഷൻ ഇല്ലാതെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലേസായി മാറി. അതിന് കാരണം ഇവിടുന്ന് കിട്ടുന്ന ഒരു വൈബ് തന്നെയാണ്. അത് മാത്രമല്ല, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പെറ്റ്സും, പിന്നെ നമ്മുടെ റൂബി നമ്മുടെ കുതിര, ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ടായിരുന്നിട്ട് നമ്മളത് എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിൽ ഒരു വലിയ നഷ്ടമായിരിക്കും. ഇവിടെ 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായിട്ട് സമ്മർ ക്യാമ്പ് നടക്കുന്നുണ്ട്. ഇവിടെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്, പാട്ട് പഠിപ്പിക്കുന്നുണ്ട്, ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ്, യോഗ, ഹോഴ്സ് റൈഡിങ്. ഇതിലെനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയ കാര്യം, അവരിവിടെ ഫിനാൻഷ്യൽ ലിറ്ററസി പഠിപ്പിക്കുന്നുണ്ട്. കാശ് എങ്ങനെ കൈകാര്യം ചെയ്യാം,
ഇവിടെ വെച്ചിട്ട് ഒത്തിരി ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ബർത്ത്ഡേ പാർട്ടീസ്, ഗെറ്റ് ടുഗദേഴ്സ്. ബാലരാമപുരം പോലുള്ള ഒരു സ്ഥലത്ത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ടായിരുന്നിട്ട് നമ്മളത് എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിൽ ഒരു വലിയ നഷ്ടമായിരിക്കും. ബാലരാമപുരത്ത് പ്രൈമറി ഹെൽത്ത് സെൻ്ററിനടുത്തുള്ള ജംസിൽ വെഞ്ചേഴ്സിലേക്ക് ഒരിക്കലെങ്കിലും നിങ്ങൾ വന്നു നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും.